നമസ്കാരം. രാത്രി പെട്രോളിങ്ങിനിടെ ലോട്ടറി ടിക്കറ്റുകൾ ആവേശപൂർവ്വം വാങ്ങുന്ന റോഷൻ മാത്യൂസ് അവതരിപ്പിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ദിൻനാഥിനോട് ദിലീഷ് പോത്തൻ്റെ എസ്.ഐ യോഹന്നാൻ പറയുന്ന ഒരു കമൻ്റുണ്ട്. ജോലി ചെയ്യാൻ കഴിയാത്തവൻ്റെ പണിയാണ് ലോട്ടറി. ദിൻനാഥിന് അതിനൊരു മറുപടിയുണ്ട്. ഒരു ലോട്ടറി അടിച്ച ജീവിതം മാറുകയില്ലേ സാറേ? ജീവിതം ഒരു ഭാഗ്യക്കുറിയാണോ? ഷാഹി കബീറിന്റെ പുതിയ സിനിമ റോന്ത് പൊള്ളലേൽപ്പിക്കുന്ന കുറെ ചോദ്യങ്ങൾ നമുക്ക് നേരെ എറിയുന്നുണ്ട്. എവിടെയോ ഇരുന്ന് ആരോ തലയിൽ വരച്ചു വിടുന്നതിനനുസരിച്ചാണോ മനുഷ്യജീവിതം? 2 പോലീസുകാർ വൈകുന്നേരം മുതൽ രാവിലെ വരെ നടത്തുന്ന നൈറ്റ് പെട്രോളിങ്ങിന്റെ ഒരു റിയൽ ലൈഫ് പോലീസ് എക്സ്പീരിയൻസ് ആണ് റോന്ത് എന്ന സിനിമ. ദിലീഷ് പോത്തന്റെ എസ്.ഐ യോഹന്നാനും റോഷൻ മാത്യൂസിന്റെ പോലീസ് കോൺസ്റ്റബിൾ ദിൻനാഥും. സിനിമ കണ്ടു കഴിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്ന സിനിമയാണ് റോന്ത്. ചോദ്യവും ഉത്തരവും സംവിധായകൻ തന്നെ പറയുന്ന സിനിമയല്ലത്. പ്രേക്ഷകനിലേക്ക് ഒരു നീറ്റൽ സമ്മാനിച്ച് റോന്ത് സ്ക്രീനിൽ അവസാനിക്കുകയാണ്. മനുഷ്യനും നിയമവും മൂല്യസങ്കല്പങ്ങളും തമ്മിലുള്ള സമവായത്തിന്റെ അതിരുകൾ എവിടെയാണ്? ചിലരുടെ ശരികൾ എന്തുകൊണ്ടാണ് മറ്റു ചിലർക്ക് തമാശയായി മാറുന്നത്? സ്വന്തം പെൺകുഞ്ഞിനെ നരാധവന്മാരിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരു വീപ്പയ്ക്ക് കീഴിൽ ഒളിപ്പിക്കുന്നവനാണോ ഭ്രാന്ത്? അവനെ പിടികൂടാൻ നിയമപുസ്തകം വായിക്കുന്നവനാണോ ഭ്രാന്ത്? ദുരിതപർവം കുടിച്ചു കഴിയാൻ ചിലരുടെ ജീനിൽ ദൈവം കോരി വരയുന്നുണ്ടോ? തീവ്രമായ മനുഷ്യാവസ്ഥയുടെ ആഴങ്ങളിലേക്കുള്ള മനോവിശകലനത്തിലേക്ക് ചിത്രം വാതിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. വഴിമധ്യത്തിലെ ചോരയിൽ അവസാനിക്കുന്നതുവരെ ഈ ചിത്രത്തിന്റെ ഓരോ നിമിഷവും ജീവനുള്ളവയാണ്. കണ്ണൂരിലെ ഇരിട്ടി എന്ന പ്രദേശത്ത് രാത്രിയിൽ വന്യത നിറഞ്ഞ ജീപ്പ് യാത്രയിൽ യോഹന്നാനും ദിൻനാഥിനുമൊപ്പം നാമും അറിയാതെ യാത്ര ചെയ്യുകയാണ്. വ്യാഖ്യാനങ്ങൾ ഏറെയുള്ള കുറെ കഥാപാത്രങ്ങളും സീനുകളും ഈ ചിത്രത്തിലുണ്ട്. വർത്തമാനകാല ജീവിതത്തിലേക്കാണ് അവ തുറന്നു വരുന്നത്. കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. പാപിയെ നീതിമാനും നീതിമാനെ പാപിയുമാക്കുന്ന ഒരു പാവം പാസ്റ്റർ. കോളനിയിലെ പുതുക്രിസ്ത്യാനി ചെറുക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയ മകളെ ഓർത്ത് രോഷം കൊള്ളുന്ന അന്തസ്സും കുടുംബമഹിമയുമുള്ള അറയ്ക്കൽ കുടുംബാംഗങ്ങൾ. കള്ളടിച്ച് വണ്ടിയിടിപ്പിച്ച ഏമാന്മാരുടെ മക്കളെ പിടികൂടിയപ്പോ അതാ വീഞ്ഞടിച്ച് തല കുനിച്ചു നിൽക്കുന്നു ഒരു പള്ളിയിലച്ചൻ. ഇങ്ങനെ കുറെ കഥാപാത്രങ്ങൾ. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ വേദവാക്യം ഉരുവിടുന്നിടത്താണ് ചിത്രത്തിന്റെ തുടക്കം. അർത്ഥങ്ങൾ എത്രയോ തുറന്നു തരുന്നുണ്ട് ഈ പ്രാർത്ഥന. മനസ്സിന്ന് പോകുന്നില്ല സാറേ, എനിക്ക് വയ്യ എന്ന് സ്വന്തം വേദനയും അന്യന്റെ വേദനയും കണ്ട് നൊന്ത് ദിൻനാഥ് വിലപിക്കുമ്പോൾ യോഹന്നാൻ സ്റ്റേഷനിലിരുന്ന് കുപ്പി പൊട്ടിച്ച് മദ്യം ഗ്ലാസ്സിലൊഴിച്ച് ദിൻനാഥിന് നീട്ടിയിട്ട് പറയുന്നുണ്ട്, ഇതടിക്ക്, എല്ലാ വേദനയും പൊക്കോളും. തീ തിന്നുന്നവന് തീത്തൈലമാണോ ആശ്വാസം? ഷാഹി കബീറിന്റെ രാഷ്ട്രീയം ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. തുല്യനീതി, എല്ലാവർക്കും പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം, അധികമുള്ളവന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുന്ന നീതിശാസ്ത്രം. ഷാഫി രാഷ്ട്രീയം വ്യക്തമാക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഈ ചിത്രം മുന്നോട്ട് വെക്കുന്നത് വർത്തമാനകാല ജീവിതം തന്നെയല്ലേ? പോലീസ് ജീവിതം അതിനുപയോഗിച്ചു എന്ന് മാത്രം. ഫിലിം മേക്കിങ്ങിലും തിരക്കഥയിലും ഷാഹി പുലർത്തുന്ന കമ്മിറ്റ്മെന്റും പ്രൊഫഷണൽ സമീപനവും ഏറെ ശ്രദ്ധേയമാണ്. പോലീസ് കഥകൾക്ക് പുതിയ ഭാഷ്യം ചമയ്ക്കാൻ ജോസഫിലും നായാട്ടിലും കാട്ടിയ മികവ് ഒരു പടി കൂടി കടന്നിട്ടുണ്ട് റോന്തിൽ. നൈറ്റ് ഫ്രെയിമുകളുടെ കൊളുത്തി വലിക്കുന്ന ദൃശ്യങ്ങളാണ് റോന്തിൽ. കഥാപാത്രങ്ങളുടെ വൈകാരിക കുഴമറിച്ചിലുകൾക്കൊപ്പം നിൽക്കുന്ന ക്ലോസപ്പുകൾ. ഇതൊക്കെ ക്യാമറ ചലിപ്പിച്ച മനേഷ് മാധവനെ ചേർത്തു പിടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ശബ്ദ നിശബ്ദതകളെ കുറിച്ച് മനനം ചെയ്യാൻ സഹായിക്കുന്നതാണ് അനിൽ ജോൺസന്റെ സംഗീതം ഈ ചിത്രത്തിൽ. ഭ്രാന്തനെ ആക്രമിച്ച കുഞ്ഞിനെ വീപ്പിക്കരയിൽ നിന്നും യോഹന്നാൻ തോളിലേക്കിടുന്നു. പരിക്കേറ്റ് നിസ്സഹായനായി ദിൻനാഥ് നിലത്ത് ചാരിയിരിക്കുന്നു. സീൻ കട്ട് ചെയ്ത് സെമിത്തേരി. ഭാര്യയുടെ വയറിനുള്ളിലെ ആയുസ് മാത്രം ലഭിച്ച സ്വന്തം മകൾ ഏഞ്ചലിന്റെ കല്ലറയ്ക്ക് മുന്നിൽ യോഹന്നാൻ നിൽക്കുന്നു. സ്വാസ്ഥ്യമില്ലാത്ത രാത്രിയുടെ വരണ്ട നിറം. അപ്പോൾ ഒഴുകുന്ന നമ്മെ വലിഞ്ഞു മുറുക്കുന്ന സംഗീതം നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. സ്വന്തം മകളെ ഉപദ്രവിച്ചവനെ
രൗദ്രഭാവം പൂണ്ട് തല്ലിത്തകർക്കുന്ന യോഹന്നാൻ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ശാന്തനായി കാരുണ്യപൂർവ്വം അവന്റെ തോളിൽ തട്ടിയിട്ട് പറയുന്നു, ഇനി കൊച്ചിനെ തല്ലല് കേട്ടോ. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ദിലീഷ് പോത്തന് അവകാശപ്പെടാം. ഒപ്പം നിന്ന് കസറുകയാണ് റോഷൻ മാത്യൂസ്. ചുരുങ്ങിയ സീനുകൾ. ലക്ഷ്മി മേനോന്റെ സലോമി നമ്മുടെ കണ്ണും മനസ്സും നനയിക്കും. ചിത്രത്തിന്റെ തുടക്കത്തിലെ പ്രാർത്ഥന കാതുകളിൽ മുഴങ്ങുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നന്ദി ഷാഹി കബീറിനും കബീറിന്റെ ടീമിനും.